ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിതാ ഒരു 1/4 കപ്പ് ഷുഗർ, അതിലൊരു 3 ഏലക്ക, അതിൻ്റെ തൊലി കളഞ്ഞ് കുരു മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് പൗഡർ ചെയ്യാം. എന്നിട്ട് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ മുട്ട ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് മോൾക്ക് ഇഷ്ടമാണ് പറഞ്ഞ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ടേമറിക് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. യെല്ലോ കളർ ഉണ്ടെങ്കിൽ യെല്ലോ കളർ ആഡ് ചെയ്യാം. ഇത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പും ഒരു 2 പിഞ്ച് സോഡ ബൈകാർബണേറ്റ് കൂടണ്ട, ഒരു 2 പിഞ്ച് മതി. 2 കപ്പുകാരും 2 പിഞ്ച് എടുത്തു ഞാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒന്നില്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഇല്ലെങ്കിൽ ഗീ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗീ ആണ് ആഡ് ചെയ്യുന്നത്. എന്നതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമയം കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ച് മാവും കൂടെ ആഡ് ചെയ്യാം, മൈദ മാവ്. ഇല്ലെങ്കിൽ വെള്ളം പോരാന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ. എന്നിട്ട് കുഴച്ചതാ മാറ്റി വെച്ചിട്ടുണ്ട്. റെസ്റ്റിംഗ് ടൈം ഒരു 20 മിനിറ്റ്സ് കൊടുത്തു ഞാൻ. പിന്നെ ഇതപ്പോൾ എടുത്തിട്ട് ഞാൻ 3 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ഒരു പീസ് എടുത്ത് ഇങ്ങനെ റോൾ ചെയ്യാണ്. ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ നമുക്ക് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 കൈ വെച്ചിട്ടും നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇപ്പോൾ 1 ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. എൻ്റെ കൈ വെച്ചിട്ട് ആ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്ത് ഇപ്പോൾ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വെട്ട് കേക്കല്ലേ, ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിം ആയിരിക്കണം, ലോ ടു മീഡിയം ഫ്ലെയിം, കൂടാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇത് കുക്കായിട്ട് വരണം. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ലേ, ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മെല്ലെ ഇങ്ങനെ കുക്കായി ഒരു കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ടേൺ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലല്ലേ കുക്ക് ചെയ്യുന്നത്, എന്നാലേ അകമയ്ക്ക് നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു ഗോൾഡൻ കളറായി കിട്ടണം നമുക്ക്. ഇതിപ്പോൾ നമ്മൾ ചായക്കടയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആ ഷെൽഫിലിരിക്കണ കാണാം വെട്ട് കേക്ക്. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മോൾക്ക് നല്ല ഇഷ്ടമാണ്, ഒന്ന് ഉണ്ടാക്കി തരുമോ അമ്മ ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ വെട്ടി കേക്ക് അങ്ങനെ റെഡി ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. വൈകുന്നേരം ഒരു ചായക്കൊരു പലഹാരവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും. എന്തായാലും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.